നമ്മളിന്നുള്ള ചേളാരി കൊടക്കാട് അഷറഫ് നമ്മളൊരു സുഹൃത്ത് കൂടിയാണ്. കോണേരി അഷറഫാക്കാൻ്റെ വീട്ടിലാണ് നമ്മളിന്നിവിടെ. ഈ കുറച്ച് കാലുകളാണ് നമ്മളിവിടെ ചെയ്തില്ല. നമ്മളിതിൻ്റെ ഒരാഴ്ച മുമ്പ് വന്നിട്ട് ഒരു 10ഓളം കാല് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അത് കൂടുതൽ ഇപ്പോൾ വെച്ച കാലുകളൊക്കെ തന്നെ ഏകദേശം ഒരടിയോളം കുരുമുളക് കയറി തുടങ്ങി. അപ്പോഴാണ് മൂപ്പർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയപ്പോഴാണ് ഇപ്പോൾ ഒരു 10-20 കാലോളം കൂടി നമുക്ക് വന്നിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിന്നിവിടെ പിന്നെ വന്നിട്ടുള്ളത്. അഷറഫാക്കാൻ്റെ നമുക്ക് ഏകദേശം ഒരു 2-3 വർഷത്തിന് മുമ്പുള്ള തന്നെ ബിസിനസ് പരമായിട്ടൊക്കെ ഉള്ള ബന്ധമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ വിളിച്ചപ്പോൾ 10 കാലിന് 20 നമ്മൾ എവിടെ പോയിട്ട് ഒരു 10-20 കാലൊന്നും എവിടെയും ചെയ്യണില്ല. നമ്മളൊരു ചുരുങ്ങിയത് ഏറ്റവും കൂടുതൽ 100 കാല് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്യണില്ല. അപ്പോൾ മൂപ്പര താല്പര്യപ്രകാരം നമ്മളിവിടെ വന്നിട്ട് ഈ ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പര നമ്മൾ സ്നേഹിതനായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര കുഴിയൊക്കെ കുത്തിവെച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ആ രീതിയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ശരി, കാലുകൾ വെക്കണതും അതിനുള്ള കാര്യം വളമം ചെയ്യണമൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് തൈ നമ്മൾക്ക് ഏകദേശം ഒരു 6 മാസം ആകുമ്പോൾ വെക്കണം. ഈ സമയത്ത് വെക്കണമുണ്ട്. അല്ല നമ്മൾ ഈ ജൂണിലൊക്കെ വെക്കണമെന്ന് വെച്ചാൽ അടുത്ത ജൂൺ ആകുമ്പോഴേ കായ്ക്കോളൂ. നേരെ മറിച്ച് ഈ സമയത്ത് വെക്കുമ്പോൾ ഇപ്പോൾ ഇത് പിന്നെ ഫെബ്രുവരി ഉണ്ട്, അതെ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസമായ ചുമ്പക്കണ ഏകദേശം ഒരു 2 അടി ഇങ്ങോട്ട് പൊന്തും. 2 അടി പൊന്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മഴ പെയ്യുന്നതോട് കൂടെ ജൂലൈ ആഗസ്റ്റ് ആകുമ്പോഴേക്കും ഏകദേശം ഒരു പകുതിയോളം ഇത് കയറും. ആ സമയത്ത് തന്നെ ഇത് ബ്രാഞ്ച് വന്ന് ഇതിന് കുരുമുളക് കായ്ക്കാൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കണം, ഇതിന് ഇടവളം എന്തെങ്കിലും വേണം? ഇപ്പൊ നമ്മൾ വളങ്ങൾ ഇട്ടു, ഇതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടല്ലോ, ഇനി എന്തെങ്കിലും തുടർച്ചയായിട്ട് എന്തെങ്കിലും ഇടേണ്ടി വരുമോ എന്നുള്ള? ഇതിന് തുടർച്ചയായിട്ട് ഇനിയിപ്പോ ഈ 1 വർഷം വരെ നമുക്ക് വളങ്ങളൊന്നും കൊടുക്കണ്ട. 1 വർഷം വരെ തന്നെ ഇപ്പൊ ഇനി ആണെങ്കിൽ അടുത്ത ജൂണൊക്കെ വരുമ്പോൾ മഴ പെയ്താൽ മഴ പെയ്യുന്നേരം ഒരു വളം കൊടുക്കണ്ട. അപ്പോൾ ഒരു ജൂൺ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ രാസവളങ്ങളോ അല്ലെങ്കിൽ ജൈവവളങ്ങളോ ചാണകം വേണമെങ്കിൽ പച്ചച്ചാണകം കലക്കിയിട്ട് അങ്ങനെയൊക്കെ വേണം കൊടുക്കണം. ഒന്നും കൂടി ചെടി ഒന്നുകൂടി ഗ്രോത്ത് വന്നിട്ട് പെട്ടെന്ന് കയറാൻ സാധിക്കും. അതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സംശയം, ഇപ്പം നമ്മളിത് പൈപ്പ് വെച്ചു, നമ്മൾക്ക് ഒരു വർഷത്തിൽ നമുക്ക് സാധാരണ നന്നായിട്ട് വളം കൊടുത്തു നല്ല വെള്ളമൊക്കെ നനവ് ഉണ്ടായിട്ടുണ്ടാവും, എത്ര കിലോ ഇതിൽ ലഭിക്കും? നിങ്ങൾക്ക് ഒരു ഐഡിയയിൽ പറയാൻ പറ്റുമോ? ഐഡിയ ഉണ്ട്. നമുക്കിപ്പോൾ ഇത് ഏകദേശം ഒരു 3 വർഷം ഇത് കഴിയണം. ഇപ്പൊ ആദ്യത്തെ ഇപ്പൊ അടുത്ത ഈ ജൂണിൽ ഇപ്പൊ കുരുമുളക് കായ്ക്കാൻ തുടങ്ങുള്ളൂ. അത് വിചാരിച്ച ആൾക്കാർ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ജൂണിൽ കായ്ച്ച് ഒരു 6 മാസമാണ് അതിന്റെ മൂപ്പ്. പിന്നെ ജനുവരി ഫെബ്രുവരി വരുമ്പോഴാണ് ഇതിന് വിളവെടുപ്പ്. ആ സമയം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചിലപ്പോൾ ഒരു 100-200 അല്ലെങ്കിൽ 50 ഗ്രാം ഒന്നും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. പക്ഷെ കുരുമുളക് കായ്ക്കാൻ തുടങ്ങും, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ ഗ്യാരണ്ടി ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ചെറിയ തോതിൽ കിട്ടി തുടങ്ങും. 3 വർഷം കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം ബ്രാഞ്ച് വന്നിട്ട് ഒരു 3 അടിയോളം വ്യാസം കിട്ടും. ആ സമയത്ത് നമുക്ക് ആ സമയമായി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു